പ്രിയപ്പെട്ടവർ നമസ്കാരം. PK ലേണിങ്സിൻ്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രങ്ങളെപ്പറ്റി തുടങ്ങിയിരുന്നു. അത് രണ്ടാം ഭാഗമാണെന്ന്. ഇന്നും കൂടെ അപ്പോൾ നമുക്കത് തീർക്കണം. ഇന്ന് നമ്മൾ ആദ്യമായി പഠിക്കുന്നത് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രമാണ്. ഇന്ന് ദക്ഷിണ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ആറ്റുകാൽ പോലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. പ്രത്യേകിച്ച് പൊങ്കാലയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പേർ അറിയപ്പെടുന്നത്. ഇത് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുഖ്യ പ്രതിഷ്ഠ വനദുർഗ സങ്കല്പത്തിലുള്ള ദുർഗാദേവിയാണ്. വനദുർഗ സങ്കല്പത്തിലുള്ള ദുർഗാദേവിയാണ്. അതായത് വനത്തിൽ വച്ച് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ചക്കുളത്തുകാവ് ദേവിയുടെ പ്രതിഷ്ഠ നടന്നത് എന്നാണ് ഐതിഹ്യം. കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ ഒരു സംഭവവുമായി കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ ഒരു വേടനുമായി ബന്ധപ്പെട്ട ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. അതുകൊണ്ട് തന്നെ വനദുർഗാഭാവത്തിലുള്ള ദുർഗാദേവിയാണ് ആലപ്പുഴ ജില്ലയിൽ തലവടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചക്കുളത്തുകാവ് ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്ന ദേവി. ഇപ്പോൾ ഓർമ്മിക്കുക, ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്ന ഈ ദേവീ ക്ഷേത്രമാണ് മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാലാണെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ, അതായത് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ആ ജില്ലകളിലെ, എറണാകുളം വരെയുള്ള ആ മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ചക്കുളത്ത് ക്ഷേത്രത്തെയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അവിടുത്തെ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല പ്രാധാന്യമുള്ളതുപോലെ തന്നെ ചക്കുളത്തുകാവിലെ ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല ഇടുന്നതും വളരെ വിശേഷമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തിയിലുള്ള തലവടി പഞ്ചായത്തിലാണ് ഈ ചക്കുളത്ത് ക്ഷേത്രം. പിന്നെ ചക്കുളത്തുകാവ് മദ്യപർക്ക് മോചനത്തിൻ്റെ തിരുനടയായാണ് കണക്കാക്കുന്നത്. അതായത് എല്ലാ മലയാള മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ച വിളിച്ചു ചൊല്ലി പ്രാർത്ഥന എന്ന് പറയുന്ന ചടങ്ങ് ചക്കുളത്തുകാവിൽ നടക്കുന്നുണ്ട്. ആ അവസരത്തിൽ അവിടെ ഒരു മദ്യവിമുക്ത പ്രതിജ്ഞയും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യപർക്ക് മോചനത്തിൻ്റെ ഒരു തിരുനടയായി, ഒരു ഡി അഡിക്ഷൻ സെൻ്ററായിട്ട് ഈ ക്ഷേത്രം, കേരളത്തിൽ ഏത് ക്ഷേത്രത്തിലാണ് മദ്യവിമുക്ത പ്രതിജ്ഞ നടത്തി വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തുന്നത് ചോദിച്ചാൽ നമ്മൾ അപ്പോൾ എഴുതിക്കൊള്ളണം ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് 12 നോയമ്പ്. ധനു 1 തുടങ്ങി 12 ദിവസം നടക്കുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് ഈ 12 നോയമ്പ്. ധനുമാസം, മലയാളത്തിലെ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, അങ്ങനെ ആ ധനുമാസം 1-ാം തീയതി തുടങ്ങി 12 ദിവസം നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ 12 നോയമ്പ് എന്ന് പറയുന്നത്. പിന്നെ വൃശ്ചിക മാസത്തിൽ എല്ലാവർക്കും പുണ്യമാസം, ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്ക് പുണ്യമാസമാണ് വൃശ്ചിക മാസം. ആ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം ചക്കുളത്തുകാവിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് കാർത്തിക സ്തംഭം കത്തിക്കൽ. അതായത് അധർമ്മത്തിൻ്റെയും തിന്മയുടെയും പ്രതീകമായിട്ട് ആ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന വിശ്വാസപ്രകാരം ചെയ്യുന്ന, തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ചടങ്ങാണ് കാർത്തിക സ്തംഭം കത്തിക്കൽ. ഇത് ചക്കുളത്തുകാവിലാണ്. ഓർമ്മിക്കുക, നമ്മൾ ചക്കുളത്തുകാവിനെ കുറിച്ച് പറഞ്ഞത് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചക്കുളത്തുകാവിൽ ദുർഗാദേവിയാണ്. ആ ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്ന ഇവിടെ വനദുർഗാഭാവത്തിലുള്ള ദുർഗാദേവിയാണ്. മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. പിന്നെ പത്തനംതിട്ട ജില്ലയിലെയും ആലപ്പുഴ ജില്ലയുടെയും അതിർത്തിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചക്കുളത്തുകാവിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുഷ്ഠാനമാണ് നാരീപൂജ. അന്നേ ദിവസം, ഈ നാരീപൂജ ഉള്ള ദിവസം, ഇന്ത്യയിലെ അതിപ്രശസ്തരായ വനിതാരത്നങ്ങളെ, നമ്മുടെ സുധാമൂർത്തി ഉൾപ്പെടെയുള്ളവർ അതിന് പിന്നെ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. നാരീപൂജയിൽ പങ്കെടുത്തിട്ടുണ്ട്. നാരീപൂജയിൽ അതിഥിയായിരുന്നു. അവരെ അതിഥികളായി ക്ഷണിച്ച് ഇവിടെ നാരീപൂജ ചെയ്യുന്നൊരു ക്ഷേത്രമാണ് ചക്കുളത്ത് കാവിലെ. അതായത് അലങ്കൃതമായ ഒരു പീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി ഭക്ത്യാദരപൂർവ്വം ഒരു പാദപൂജ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് നാരീപൂജ. സ്ത്രീകൾ എവിടെ മാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ
ആനന്ദിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആനന്ദിക്കുന്നു എന്ന സങ്കല്പവും സ്ത്രീകളെ ശക്തി സ്വരൂപിണിയായി സങ്കല്പിച്ചിട്ടുള്ള താന്ത്രിക സങ്കല്പവും ചേർന്നുള്ള ഒരു ആരാധന സമ്പ്രദായമാണ് ഈ നാരീപൂജ. ഇത് ചക്കുളത്തുകാവിലുണ്ട്. ഓർമ്മിക്കുക, ചക്കുളത്തുകാവ് 3-4 കാര്യങ്ങളിൽ നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. മധ്യ തിരുവിതാംകൂറിലെ ശബരിമല എന്നറിയപ്പെടുന്ന വനദുർഗ ഭാവത്തിലുള്ള ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചക്കുളത്തുകാവിൽ, ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്ന ചക്കുളത്തുകാവിൽ, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചക്കുളത്തുകാവിൽ മധ്യവർഗ മോചനത്തിൻ്റെ തിരുനടയായി അറിയപ്പെടുന്നു. ധനുമാസം 12 നോയമ്പ് വളരെ പ്രധാനമാണ്. പിന്നെ അതുപോലെ നാരീപൂജ, 12 നോയമ്പ്, മധ്യവർഗ മോചനത്തിൻ്റെ തിരുനടയായിട്ട് കാർത്തിക സ്തംഭം കത്തിക്കൽ, ഇങ്ങനെയുള്ള വളരെ വിശേഷമായ പല അനുഷ്ഠാനങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചക്കുളത്തുകാവ്. പിന്നെ ഈ ചക്കുളത്തുകാവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ചടങ്ങാണ് അവിടുത്തെ ചക്കുളത്ത് പൊങ്കാല, ചക്കുളത്ത് അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, വേടൻ്റെ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ ഒരു വേടൻ്റെ കഥയിൽ നിന്നാണ് ചക്കുളത്ത് അമ്മയുടെ ജനനം അല്ലെങ്കിൽ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠ വേടനും കുടുംബവും സ്ഥിരമായി ഒരു ആരാധനാമൂർത്തിയെ ചക്കുളത്തമ്മയായിട്ട് ചക്കുളത്തുകാവിൽ ആരാധിച്ച് തുടങ്ങുകയും എല്ലാ ദിവസവും വിറക് ശേഖരിക്കാൻ പോവുകയും അങ്ങനെ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കാൻ കൊണ്ടുവരുന്ന അതിൻ്റെ ഒരു പങ്ക് ഭക്ഷണം വേവിച്ച ശേഷം ഒരു പങ്ക് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഒരു ദിവസം വിറകും ഭക്ഷണവും ശേഖരിക്കാൻ പോയി എത്താൻ താമസിച്ചത് കൊണ്ട് അവർക്ക് ദേവിക്ക് ഈ നിവേദ്യമായിട്ട് എല്ലാ ദിവസവും നൽകുന്ന ഈ ഭക്ഷണം നൽകാൻ വൈകിപ്പോയി. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് അവരുടെ കലങ്ങളിലെല്ലാം ചോറും മറ്റ് ആഹാര സാധനങ്ങളുമെല്ലാം റെഡിയായിരിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ദേവിയുടെ കടാക്ഷമായിട്ടാണ് ഇത് നൽകിയത് എന്ന് അവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ വേടൻ്റെയും കുടുംബത്തിൻ്റെയും നിഷ്കളങ്കമായ സ്നേഹത്തിൽ സംപ്രീതയായ ദേവി അവർക്ക് ഭക്ഷണം നൽകിയെന്നാണ് വിശ്വാസം. ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ എല്ലാ വർഷവും ജനലക്ഷങ്ങൾ പൊങ്കാല ഇടുന്നത്. ഭക്തർ പൊങ്കാല അർപ്പിക്കുമ്പോൾ അവരിൽ ഒരാളായി അമ്മയും പൊങ്കാല ഇടാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ചക്കുളത്തുകാവിലെ പൊങ്കാലയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നത്. ചക്കുളത്ത് പൊങ്കാലയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നത് ഓർമ്മിക്കുക. ചക്കുളത്തുകാവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുക. നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ പറ്റിയാണ്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ കൊടിമരം ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഫോട്ടോയിൽ ശ്രദ്ധിക്കുക. നമുക്കിനി കാര്യത്തിലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുരുക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ്റെ പാദസ്പർശമേറ്റ നാട് എന്ന അർത്ഥത്തിലാണ് ഇത് ഹരിപ്പാട് തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഓർമ്മിക്കുക, ഹരിപ്പാട് എന്ന ആ നാടിന് പേര് വന്നത് തന്നെ ഇവിടെയുള്ള ഈ മുരുകക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടന്ന പരശുരാമൻ്റെ പാദസ്പർശമേറ്റ് പവിത്രമായ നാടെന്നാണ്. പ്രതിഷ്ഠാ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമാണിത്. 6 അടിക്ക് മുകളിൽ ഉയരമുള്ള കിഴക്കോട്ട് ദർശനമുള്ള ചതുർബാഹുവായ 4 കൈകളുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. ഓർമ്മിക്കുക, പ്രതിഷ്ഠാ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് പല പ്രത്യേകതകളുണ്ട്, അതിന് വഴിയെ വരുന്നുണ്ട്. ഇവിടെ പ്രതിഷ്ഠാ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉയരമുള്ള പ്രതിഷ്ഠ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. പിന്നെ കേരള പഴനി, തെക്കൻ പഴനി എന്നൊക്കെ അറിയപ്പെടുന്നു. കേരള പഴനി എന്നും പഴനി സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ കേരള പഴനി എന്നും തെക്കൻ പഴനി എന്നും എല്ലാം ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത ഓരോന്നായി പഠിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം, ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ചേർന്ന പ്രതിഷ്ഠ, കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം, 3 കൊടിയേറ്റുത്സവങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ്. ഈ ക്ഷേത്രം ഒരു കാലത്ത് വിഷ്ണു ക്ഷേത്രമായിരുന്നെന്നും പിന്നീട് ശിവക്ഷേത്രമായെന്നും അതിന് പിന്നീട് മുരുകക്ഷേത്രമായെന്നും എല്ലാം ഉള്ള ഐതിഹ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷം തന്നെ ഇവർക്ക് 3 പേർക്കും 3 കൊടിയേറ്റുത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. വിഷ്ണു ക്ഷേത്രമായിരുന്നു, ശിവക്ഷേത്രമായി എന്നുള്ളത് കൊണ്ട് തന്നെ
ഇതിന് ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ചേർന്ന പ്രതിഷ്ഠ ഉണ്ട്. ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം, പിന്നീട് സുബ്രഹ്മണ്യ ക്ഷേത്രമായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹമുള്ള ക്ഷേത്രമായി. ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം, ഞാൻ നേരത്തെ കാണിച്ച ആ സ്വർണ്ണ കൊടിമരം, ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം. പിന്നെ കേരള പഴനി, തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് ഏറ്റവും ഉയരം കൂടിയതെന്ന് ഓർമ്മിക്കുക. ഇങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഏകദേശം 100 അടി ഉയരം വരുന്ന സ്വർണ്ണ കൊടിമരം, അത്രത്തോളം ഉയരമുള്ള 100 അടിയോളം ഉയരമുള്ള സ്വർണ്ണ കൊടിമരമുള്ള ഈ ഭഗവൽ വാഹനമായ മയിലുള്ള ഒരു സ്വർണ്ണ കൊടിമരമാണിത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനമായ മയിൽവാഹനം അല്ലെങ്കിൽ ആ മയിൽവാഹനത്തിൻ്റെ പ്രതിമയുള്ള സ്വർണ്ണ കൊടിമരത്തിന് 100 അടിയോളം ഉയരമുണ്ട്. ഏറ്റവും ഉയരം കൂടിയ സ്വർണ്ണ കൊടിമരം ഈ ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ കുളത്തെ അറിയപ്പെടുന്ന പേരാണ് പെരുംകുളം. ഈ ക്ഷേത്രത്തിലെ വിശാലമായ കുളമാണ് പെരുംകുളം. പിന്നെ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് മയിൽക്കൂടുണ്ട്. ഈ ഹരിപ്പാട് എന്ന സ്ഥലം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായി ഓർമ്മ വരുന്ന ഒരാളാണ് കേരള കാളിദാസനായ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ഇവിടെയുള്ള ഈ മയിൽക്കൂടിൽ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന മയിലുകളെ വളർത്തുന്ന ഒരു മയിൽക്കൂടാണ് ഇവിടെ ഉള്ളത്. ഈ ക്ഷേത്രത്തിലെ മയിൽക്കൂടിൽ നിന്നും അല്ലെങ്കിൽ മയിലുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ പ്രസിദ്ധമായ മയൂര സന്ദേശം എന്ന കാവ്യം രചിച്ചത്. മയൂര സന്ദേശം കാവ്യം രചിക്കാനിടയായ പ്രചോദനം ഉൾക്കൊണ്ട ക്ഷേത്രം ഏതാണെന്ന് ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യണം, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. പിന്നെ ഞാൻ പറഞ്ഞു 3 ഉത്സവങ്ങളാണുള്ളത്. കാരണം ഈ ക്ഷേത്രം ഒരു കാലത്ത് വിഷ്ണു ക്ഷേത്രമായിരുന്നു. പിന്നീട് ഇതിനെ ശൈവർ ക്ഷേത്രം പിടിച്ചടക്കി ശിവക്ഷേത്രമായി. പിന്നീട് വന്ന സുബ്രഹ്മണ്യ ഭക്തർ ക്ഷേത്രത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രമാക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 3 കൊടിയേറ്റ ഉത്സവങ്ങൾ നടത്തപ്പെടുന്നു. പിന്നെ മേടം, ചിങ്ങം, ധനു എന്നീ മാസങ്ങളിലായിട്ടാണ് 3 ഉത്സവങ്ങൾ നടത്തുന്നത്. മേടമാസത്തിൽ വിഷുനാളിൽ കണി കണ്ട് കൊടിയേറി 10 ദിവസം ആറാട്ടോട് നടക്കുന്ന ഉത്സവമാണ് ഒരു ഉത്സവം. പിന്നെ വിഷ്ണുവിനെ പ്രതിനിധീകരിച്ച് ചിങ്ങമാസത്തിൽ വിഷ്ണുവിനെ അത് തിരുവോണം നാളിലും, ശിവനെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്കും. ഇങ്ങനെ 3 ഉത്സവങ്ങളാണ്, 3 കൊടിയേറ്റ ഉത്സവങ്ങൾ നടക്കുന്ന മറ്റൊരു ക്ഷേത്രവും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലോ മറ്റ് ക്ഷേത്രങ്ങളിലോ ഉള്ളതായി നമുക്കറിവില്ല. പിന്നെ സ്കന്ദഷഷ്ടിയും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും എല്ലാം പ്രധാനമാണ്. ഓർമ്മിക്കുക, 3 കൊടിയേറ്റ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹമുള്ള ഈ ക്ഷേത്രത്തിലാണ് ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ചേർന്ന പ്രതിഷ്ഠയും പിന്നെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം, 3 കൊടിയേറ്റ ഉത്സവങ്ങൾ നടക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏക ക്ഷേത്രമാണിത്. 100 അടി ഉയരം വരുന്ന സ്വർണ്ണ കൊടിമരത്തിൽ ഭഗവൽ വാഹനമായ മയിലുമുണ്ട്. പെരുംകുളം ഓർമ്മിക്കുക, മയിൽക്കൂട് ഓർമ്മിക്കുക, പിന്നെ കേരളവർമ്മ വലിയകോയി തമ്പുരാനെ ഓർമ്മിക്കുക. ഇത്രയുമാണ് നമുക്ക് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമുക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ആദ്യ കാര്യം ദക്ഷിണദ്വാരക എന്നാണ്. ദക്ഷിണദ്വാരക ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമായ ദ്വാരകയെ അനുസ്മരിപ്പിക്കും വിധം അത്രത്തോളം പ്രശസ്തമായ ഒരു കൃഷ്ണക്ഷേത്രമായതുകൊണ്ട് ദക്ഷിണദ്വാരക എന്നറിയപ്പെടുന്നു. പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസം വളരെ വിശിഷ്ടമാണ്. പിന്നെ വേറൊരു ആളിനെ ഓർമ്മ വരുന്നത് കുഞ്ചൻ നമ്പ്യാരെയാണ്. കുഞ്ചൻ നമ്പ്യാർ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആദ്യം ഓർമ്മിക്കുന്ന കാര്യം ദക്ഷിണദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. പാൽപ്പായസം വിശിഷ്ടമാണ്. കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻ തുള്ളൽ അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനം ആരംഭിച്ചത് ഈ ക്ഷേത്രത്തിലാണ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ദക്ഷിണദ്വാരക എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാൽപ്പായസ നിവേദ്യത്താൽ പ്രസിദ്ധമാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞു. ചെമ്പകശ്ശേരി രാജാവായിരുന്ന ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ കുടുംബമാണ് ചെമ്പകശ്ശേരി രാജാക്കന്മാർ. ആ ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനായിരുന്നു ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രം നിർമ്മിച്ചത്
അമ്പലത്തിലെത്താൻ പുഴ കടക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇതിന് അമ്പലപ്പുഴ എന്ന പേര് വന്നത്. അമ്പലത്തിലെത്താൻ പുഴ കടക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇവിടെ അമ്പലപ്പുഴ എന്ന പേര് വന്നത്. കുഞ്ചൻ നമ്പ്യാർ തുള്ളലിന് രൂപം നൽകിയത് ഈ ക്ഷേത്രത്തിൽ വച്ചാണ്. പിന്നെ അന്ന് അദ്ദേഹം ഉപയോഗിച്ച മിഴാവ് ഇന്നും ഈ ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ഒരു ചെറിയ ഐതിഹ്യം ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. നമുക്കറിയാം, ടിപ്പു സുൽത്താൻ കേരളത്തിൽ വടക്കേ മലബാർ ഭാഗങ്ങൾ ആക്രമിച്ചിരുന്നു. തൃശ്ശൂർ, കോഴിക്കോട്, മലബാർ ഭാഗങ്ങൾ ആക്രമിച്ചിരുന്നു. ഈ സമയത്ത് 1789 ടിപ്പു സുൽത്താൻ്റെ മലബാർ ആക്രമണ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം സംരക്ഷിക്കാൻ വേണ്ടി ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും അവിടുത്തെ വിഗ്രഹം മാറ്റി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നു 1789. അങ്ങനെ ഈ അമ്പലപ്പുഴയും ഗുരുവായൂരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. പിന്നെ പുതുമന തന്ത്രി കുടുംബത്തിലെ നമ്പൂതിരി ബ്രാഹ്മണരാണ് ഈ ക്ഷേത്രത്തിലെ പൂജകൾ നടത്തിയിരുന്നത്. അപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പൂജകൾ നടത്തിയിരുന്നത് ഏത് താന്ത്രിക കുടുംബത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ ഓർമ്മിക്കണം, പുതുമന തന്ത്രി കുടുംബത്തിലെ നമ്പൂതിരി ബ്രാഹ്മണന്മാരാണ്. പിന്നെ കിഴക്കോട്ട് ദർശനം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠ. കാരണം കൂടുതൽ ക്ഷേത്രങ്ങളും കിഴക്കോട്ട് തന്നെയാണ്. അപൂർവം ക്ഷേത്രങ്ങൾ പടിഞ്ഞാറോട്ടുണ്ട്. അത് നമ്മളെടുത്ത് പറയും. ഭഗവാന്റെ വലത് കൈയിൽ ദണ്ഡും ഇടത് കൈയിൽ ശംഖുമുണ്ട്. വലത് കൈയിൽ ദണ്ഡ്, ഇടത് കൈയിൽ ശംഖുമുണ്ട്. ശംഖ് പാഞ്ചജന്യമാണെന്ന് തോന്നുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശംഖിന് അറിയപ്പെടുന്ന പേര്. അമ്പലപ്പുഴ പാൽപ്പായസം നേരത്തെ പറഞ്ഞു. അതുപോലെ അമ്പലപ്പുഴ പാൽപ്പായസത്തിനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്യാസി രൂപത്തിലെത്തി ചെമ്പകശ്ശേരി രാജാവിനോട് ചൂതുകളിയിൽ ഏർപ്പെടുകയും ആ പന്തയത്തിൽ എന്താണ് തിരികെ തരുന്നതെന്ന് സന്യാസി ഭാവത്തിലുള്ള ശ്രീകൃഷ്ണൻ ചോദിച്ചപ്പോൾ ദേവനാരായണൻ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെ എനിക്ക് നെല്ല് മതി എന്ന് പറയുകയും ഓരോ കളങ്ങളിലും 64 കളമുള്ളതിൽ ഓരോ കളങ്ങളിലും ഒന്നാമത്തെ കളത്തിൽ ഉള്ളതിൻ്റെ ഇരട്ടി നെല്ല് അടുത്ത കളത്തിൽ വയ്ക്കാൻ പറഞ്ഞ് അങ്ങനെ കണക്കൂട്ടി 64 കളത്തിൽ എത്ര വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പരാജയപ്പെട്ടാൽ തരണമെന്ന് പറയുകയുണ്ടായി. ദേവനാരായണൻ ചൂതുകളിൽ വളരെ മിടുക്കനായിരുന്നു എങ്കിലും കളി പരാജയപ്പെടുകയും അങ്ങനെ വച്ച് നോക്കിയപ്പോൾ 64 കളങ്ങൾ നോക്കിയപ്പോൾ തൻ്റെ സമ്പത്തിനേക്കാൾ കൂടുതൽ നെല്ല് കൊടുക്കേണ്ടതായി വന്നു. 1, 2, 4, 6, 8 അങ്ങനെ കണക്കൂട്ടി നോക്കിയപ്പോൾ കൊടുക്കേണ്ടതായി വരുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് ദേവചൈതന്യമുള്ള ഒരാളാണ് ഈ സന്യാസി രൂപത്തിൽ വന്നെന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കുകയും അന്ന് അദ്ദേഹം അതിന് പകരമായി മാപ്പ് കൊടുക്കുകയും എല്ലാ ദിവസവും തനിക്ക് പാൽപ്പായസം നിവേദ്യമായി സമർപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ദേവനാരായണൻ ക്ഷേത്രം പണിത് എല്ലാ ദിവസവും അങ്ങനെയുള്ള നെല്ലുപയോഗിച്ച് അരി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആ അമ്പലപ്പുഴ പാൽപ്പായസം അത് വളരെ വിശിഷ്ടമാണ്. ഇതുപോലെ തന്നെ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ മറ്റൊന്നാണ് അമ്പലപ്പുഴ കാച്ചുപ്പ്. അമ്പലപ്പുഴ കാച്ചുപ്പ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ വിശിഷ്ടമായ ഈ കാച്ചുപ്പ് അതിവിശേഷമാണ്. പല അസുഖങ്ങൾക്കും ഒരു ഔഷധമായി വരെ ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഭക്തജനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള അപരാധങ്ങൾക്ക് പ്രായശ്ചിത്തം എന്ന രീതിയിൽ ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ മാപ്പിരക്കുന്ന ഒരു ചടങ്ങാണ് 12 കളഭം. പിന്നെ ദേവനും ക്ഷേത്രത്തിനും ഉണ്ടാകുന്ന അശുദ്ധിയും മംഗളങ്ങളും അകറ്റുന്നതിനും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നടത്തുന്ന ചടങ്ങുകളാണ് പള്ളിപ്പാനയും വിജയബലിയും. അതൊക്കെ ഓർമ്മിച്ച് വെച്ചാൽ മതി, ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അമ്പലപ്പുഴ കാച്ചുപ്പ് ഓർമ്മിക്കുക. സാധാരണ ഉപ്പ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ കാച്ചുപുരയിൽ നിർമ്മിച്ച് ലഭിക്കുന്ന അതിവിശിഷ്ടമായത് കൊണ്ടാണ് അതിൻ്റെ കാച്ചുപ്പ്, അമ്പലപ്പുഴ കാച്ചുപ്പ് എന്നറിയപ്പെടുന്നത്. പിന്നെ പള്ളിപ്പാനയും വിജയബലിയും അത് മറ്റു പല ക്ഷേത്രങ്ങളിലും ഉണ്ട്, അതുകൊണ്ട് തന്നെ അമിത പ്രാധാന്യമില്ല. പിന്നെ ഭക്തജനങ്ങൾ പ്രായശ്ചിത്തം എന്ന നിലയിൽ നടത്തുന്ന അപരാധങ്ങൾക്ക് പ്രായശ്ചിത്തം എന്ന നിലയിൽ നടത്തുന്ന ചടങ്ങാണ് പിന്നെ 12 കളഭം. പിന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വേലകളി. അതായത് അയ്യപ്പ ചരിതത്തിൽ മണികണ്ഠ കുമാരനെ സഹായിക്കാൻ അമ്പലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട സേനാംഗങ്ങൾ വാളും പരിചയം അമ്പും വില്ലും കൊണ്ടുള്ള യുദ്ധത്തിൽ നടത്തുന്ന പടപ്പുറപ്പാടിനെ ആധാരമാക്കിയുള്ള ഒരു ആയോധന കലയാണ് വേലകളി. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വേലകളി നടത്താറുണ്ട്. ഓർമ്മിക്കുക, വേലകളി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം.
പള്ളിപ്പാനയും വിജയബലിയും 12 കളഭവും അമ്പലപ്പുഴ കാച്ചുപ്പും അമ്പലപ്പുഴ പാൽപ്പായസവും പിന്നെ എല്ലാം നടക്കുന്ന ക്ഷേത്രമാണ്. പുതുമന തന്ത്രി കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവിടെ പൂജകൾ നടത്തുന്നത്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നു. ദേവനാരായൺ ആയിരുന്നു, ചെമ്പകശ്ശേരി രാജാവായിരുന്ന ദേവനാരായണനായിരുന്നു ക്ഷേത്രം നിർമ്മിച്ചത്. അമ്പലത്തിലെത്താൻ പുഴ കടക്കേണ്ടി വന്നതുകൊണ്ട് ഇവിടെ അമ്പലപ്പുഴ എന്ന പേര് വന്നു. കുഞ്ചൻ നമ്പ്യാർ തുള്ളലിന് രൂപം നൽകിയ ഈ ക്ഷേത്രത്തിൽ ആണ് ഇപ്പോഴും അദ്ദേഹം ഉപയോഗിച്ച മിഴാവ് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ മലബാർ ആക്രമണ സമയത്ത്, ടിപ്പു സുൽത്താൻ്റെ മലബാർ ആക്രമണ സമയത്ത് ഈ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്ര വിഗ്രഹം സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്, ഓർമ്മിക്കുക. ഇനി നമ്മൾ പഠിക്കുന്ന മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ അവിടുത്തെ പ്രതിഷ്ഠയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വെണ്ണയ്ക്കായിട്ട് 2 കൈകളും നീട്ടിയിരിക്കുന്ന ശ്രീകൃഷ്ണനാണ്. ഇപ്പോൾ വെണ്ണയ്ക്കായി 2 കൈകളും നീട്ടിയിരിക്കുന്ന പ്രതിഷ്ഠയുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠ ഏത് ക്ഷേത്രത്തിലാണ്? അത് മാവേലിക്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രങ്ങളിൽ വാകച്ചാർത്തുള്ള, അത് ഗുരുവായൂരൊക്കെ ഉണ്ട്, പക്ഷേ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മാവേലിക്കര ക്ഷേത്രത്തിൽ മാത്രമാണ് പിന്നെ വാകച്ചാർത്ത് നടക്കുന്നത്. ഉത്സവകാലത്ത് വാകച്ചാർത്ത് നടക്കുന്ന അപൂർവ ക്ഷേത്രമാണിത്. ഉത്സവത്തിൻ്റെ 9ാം ദിവസമാണ് വാകച്ചാർത്ത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വാകച്ചാർത്ത് ഉത്സവത്തിൽ നടക്കുന്ന അപൂർവ ക്ഷേത്രമാണ് ഈ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പിന്നെ ശ്രീകൃഷ്ണനെ വിഷ്ണു വാഹനമായ ഗരുഡ വാഹനത്തിൽ എഴുന്നള്ളിക്കുന്ന ഒരു ആചാരം ആറന്മുള മാവേലിക്കര ക്ഷേത്രങ്ങൾ, ആറന്മുളയിലുമുണ്ട്, മാവേലിക്കര ക്ഷേത്രങ്ങളിലുമുണ്ട്. ഓർമ്മിക്കുക, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര പട്ടണത്തിൽ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വെണ്ണയ്ക്കായിട്ട് 2 കൈകളും നീട്ടിയിരിക്കുന്ന ശ്രീകൃഷ്ണനാണ് പ്രതിഷ്ഠ. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഈ മാവേലിക്കര ക്ഷേത്രത്തിൽ മാത്രമാണ് വാകച്ചാർത്ത് നടത്തുന്നത്. വാകച്ചാർത്ത് അത് ഉത്സവ ദിവസം വാകച്ചാർത്ത് നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. പിന്നെ ഗരുഡ വാഹനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ഒരു ആചാരം ഈ ക്ഷേത്രത്തിലുണ്ട്. പിന്നെ മാവേലിക്കര ഉണ്ണിക്കണ്ണൻ ഇവിടുത്തെ ഒരു ആനയായിരുന്നു, 2018 ചരിഞ്ഞു. മാവേലിക്കര ഉണ്ണിക്കണ്ണൻ. അപ്പോൾ മാവേലിക്കര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന 2018 ചെരിഞ്ഞ ആനയുടെ പേരാണ് മാവേലിക്കര ഉണ്ണിക്കണ്ണൻ. മീനമാസത്തിലെ തിരുവോണം നാൾ ആറാട്ടായി വരുന്ന വിധമാണ് ക്ഷേത്രോത്സവം. 10 ദിവസമാണ്. ഓർമ്മിക്കുക, അമ്പലപ്പുഴ ക്ഷേത്രം, നേരത്തെ പറഞ്ഞ അമ്പലപ്പുഴ ക്ഷേത്രത്തിലും ഇവിടെയും ഒരേ സമയത്താണ് ഉത്സവം. വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ ഏറ്റവും പ്രാധാന്യമായ ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ആനക്കൊട്ടിലിന് മുൻവശത്ത് ഓട് കൊണ്ട് നിർമ്മിച്ച 30 ഉയരമുള്ള പ്രശസ്തമായ ഒരു സ്തംഭവിളക്കുണ്ട്. ആ വിളക്കിൻ്റെ ആയുധധാരികളായ 4 ഡച്ച് പടയാളികളുടെ ശില്പമുണ്ട്. ഡച്ച് പടയാളികൾ എന്ന് ഓർമ്മിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, മാർത്താണ്ഡവർമ്മയുമായിട്ട് കുളച്ചിൽ യുദ്ധവുമായിട്ടും എല്ലാം അതിന് ബന്ധമുണ്ട്. മാർത്താണ്ഡവർമ്മ 1746 ഡച്ചുകാരിൽ നിന്നും മാവേലിക്കര പ്രദേശം തൻ്റെ അധീനതയിലാക്കുകയും തുടർന്ന് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1753 ഒരു മാവേലിക്കര സന്ധി ഉണ്ടാക്കുകയും ചെയ്തു. ഈ സൗഹൃദ സന്ധിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഒരു ഡച്ച് വിളക്ക് പണിതത്. ഡച്ച് പടയാളികളായ ഡിലനോയും ഭടന്മാരും ഇവിടെ ഈ സ്തംഭത്തിൽ കാവൽ നിൽക്കുന്നു എന്നാണ് ഈ ഡച്ച് പടയാളി ശില്പത്തിൻ്റെ അർത്ഥം. ഓർമ്മിക്കുക, 1746 മാവേലിക്കര എന്ന പ്രദേശം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരിൽ നിന്ന് പിടിച്ചടക്കുകയും 1753 അവരുമായി ഒരു സൗഹൃദ സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ക്ഷേത്രത്തിൽ, മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 4 ഡച്ച് പടയാളികളുടെ ഒരു ചെറിയ ശില്പവുമായിട്ട് ഒരു സ്തംഭം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് അന്ന് ഡച്ച് പടയാളിയായിരുന്ന നേതാവായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയ്, ആ ക്യാപ്റ്റൻ ഡിലനോയ് അദ്ദേഹത്തിൻ്റെ ഭടന്മാരും കൂടി ഈ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ സ്തംഭത്തിന് കാവൽ നിൽക്കുന്നതായിട്ടാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം. അപ്പോൾ നമുക്ക് മാവേലിക്കര ക്ഷേത്രത്തെക്കുറിച്ച് പഠിച്ചു, മാവേലിക്കര ഉണ്ണികൃഷ്ണനെക്കുറിച്ച് പഠിച്ചു, പിന്നെ സ്തംഭവിളക്കിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത് പഠിക്കുന്നത് കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അമിതമായ പ്രാധാന്യമൊന്നുമില്ല, എന്നാലും ചില പ്രാധാന്യങ്ങൾ അവിടെ ഉണ്ട്.
ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു. അപ്പോൾ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. വേറെ പല ക്ഷേത്രങ്ങളും അറിയപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളെല്ലാം ഇങ്ങനെ വിശേഷം അറിയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ദക്ഷിണ കാശി എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ താഴെ പറഞ്ഞതിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഈ കണ്ടിയൂർ ക്ഷേത്രം ഉണ്ടെങ്കിൽ, കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് കൃത്യമായി തിരഞ്ഞെടുക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. വേറെയും പല ക്ഷേത്രങ്ങളും അങ്ങനെ ഉണ്ട്. ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല, പ്രാധാന്യമുള്ളത് മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകൾ ഉള്ള ക്ഷേത്രമാണ്, ഉപദേവത പ്രതിഷ്ഠയുള്ള രണ്ടാമത്തെ ക്ഷേത്രമാണ്. തിരുവഞ്ചിക്കുളം ക്ഷേത്രമാണ് ഒന്നാമത്. ഏകദേശം 33ഓളം ഉപദേവതകൾ ഉള്ള ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം, മഹാദേവ ക്ഷേത്രം. പ്രധാന ദേവൻ മഹാദേവനും ബാക്കി 33, അങ്ങനെ 34 പ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് ഏകദേശം 12 ഉപദേവതകളും പിന്നെ മഹാദേവനും ചേർന്ന് 13 ദേവതകളുള്ള ഒരു ക്ഷേത്രമാണ് ഈ കണ്ടിയൂർ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഉപദേവത പ്രതിഷ്ഠയുള്ള എണ്ണത്തിൽ രണ്ടാമതുള്ള ക്ഷേത്രമാണ് ഈ കണ്ടിയൂർ ക്ഷേത്രം. തിരുവഞ്ചിക്കുളം ക്ഷേത്രമാണ് ഒന്നാമതുള്ളത്. പിന്നെ ഇവിടെ കണ്ടിയൂർ എന്ന പേര് വന്നതിന് കാരണം മാർക്കണ്ഡേയ മഹർഷിയുടെ പിതാവായ മൃഗണ്ഡു മുനി തനിക്ക് ലഭിച്ച കിരാതമൂർത്തി, അതായത് പരമശിവൻ്റെ ഭാവഭേദമാണ് കിരാതമൂർത്തി. ഹരനാണല്ലോ, അതാണ് ഈ കിരാതമൂർത്തിന് പേര് വരാൻ കാരണം. അപ്പോൾ ഈ കിരാതമൂർത്തിയുടെ വിഗ്രഹം അല്ലെങ്കിൽ പ്രതിഷ്ഠ എവിടെയെങ്കിലും ഉറപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടതിൽ ഏറ്റവും നല്ല ഊര് ഇവിടെയാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ പ്രതിഷ്ഠിച്ചു. അതാണ് കണ്ടതിൽ ഏറ്റവും നല്ല ഊര് എന്നുള്ളത് കണ്ടിയൂർ എന്ന് ആയി മാറി. അങ്ങനെയാണ് കണ്ടിയൂർ എന്ന പേര് വന്നത്. ആ കണ്ടിയൂർ ക്ഷേത്രത്തിൽ മഹാദേവനെ കൂടാതെ 5 ശിവലിംഗ പ്രതിഷ്ഠകളുള്ള അപൂർവ ക്ഷേത്രമാണ്. അതായത് 5 ശിവലിംഗ പ്രതിഷ്ഠകളുള്ള, 5 ഭാവഭേദങ്ങളിലുള്ള, 5 വകഭേദങ്ങളിലുള്ള ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണിത്. അതിൽ വടക്കുംനാഥനാണ് മുഖ്യസ്ഥാനം. പിന്നെ ശങ്കരൻ, ശ്രീകണ്ഠൻ, മൃത്യുഞ്ജയൻ, പാർവതീശൻ ഓർമ്മിച്ചാൽ. അപ്പോൾ വടക്കുംനാഥൻ, ശങ്കരൻ, ശ്രീകണ്ഠൻ, മൃത്യുഞ്ജയൻ, പാർവതീശൻ, അങ്ങനെയുള്ള ഈ 5 ശിവലിംഗ പ്രതിഷ്ഠയുള്ള മഹാദേവനെ കൂടാതെ, മഹാദേവൻ്റെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ 5 ശിവലിംഗ പ്രതിഷ്ഠ ഉള്ള അപൂർവ ക്ഷേത്രമാണിത്. ആദ്യകാലത്ത് ഇതൊരു ബുദ്ധക്ഷേത്രമായിരുന്നു അറിയപ്പെടുന്നു. പിന്നീട് ബുദ്ധ സ്വാധീനം കുറഞ്ഞപ്പോൾ ശിവക്ഷേത്രമായി എന്ന് പറയപ്പെടുന്നു. പിന്നെ ഈ കണ്ടിയൂർ രാജാവ് ഒരിക്കൽ ഒരു ദേവദാസിയെ വിവാഹത്തിന് ശേഷം ഈ ക്ഷേത്രത്തിലെ ഭരണം ദേവദാസികളാണ് നടത്തിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും ഇവിടെയുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ദേവദാസികൾ ഭരണം നടത്തിയതായി പറയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം കണ്ടിയൂർ ക്ഷേത്രം. ബുദ്ധക്ഷേത്രമായി പിന്നീട് ശിവക്ഷേത്രമായ ക്ഷേത്രം ഏതാണ്? കണ്ടിയൂർ ക്ഷേത്രം. ഇരുനിലയുള്ള ശ്രീകോവിലാണ്. ഇതാ നമുക്ക് കാണാൻ പറ്റും, ഇരുനിലയുള്ള ശ്രീകോവിൽ. ആ ഇരുനിലയുള്ള ശ്രീകോവിൽ പ്രത്യേകതയാണ്. ദേവദാസികൾ ഭരണം നടത്തിയ ക്ഷേത്രമാണ്. ബുദ്ധക്ഷേത്രമായി പിന്നീട് ശിവക്ഷേത്രമായ ക്ഷേത്രമാണ്. പിന്നെ 5 ശിവലിംഗ മഹാദേവനെ കൂടാതെ തന്നെ 5 ശിവലിംഗങ്ങളുണ്ട്. പിന്നെ വടക്കുംനാഥൻ, ശങ്കരൻ, ശ്രീകണ്ഠൻ, മൃത്യുഞ്ജയൻ, പാർവതീശൻ. പിന്നെ ഏറ്റവും കൂടുതൽ ഉപദേവതാ പ്രതിഷ്ഠയുള്ള രണ്ടാമത്തെ ക്ഷേത്രമാണ്. 12 ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട്. ഒന്നാമത് 33 ഉപദേവതാ പ്രതിഷ്ഠയുള്ള തിരുവഞ്ചിക്കുളമാണ്. പിന്നെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്നു. ഇത്രയുമാണ് ഈ നമ്മുടെ കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അമിതമായ പ്രാധാന്യമൊന്നുമില്ല. ചെങ്ങന്നൂർ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രമായതുകൊണ്ടാണ് നമ്മൾ പഠിക്കപ്പെടുന്നത്. പിന്നെ ഇത് പെരുന്തച്ഛൻ നിർമ്മിക്കുകയും പിന്നീട് അഗ്നിക്കിരയാകുകയും ചെയ്ത ഒരു കൂത്തമ്പലമുണ്ട്. കൂത്തമ്പലം നമുക്കറിയാം, ഈ ചാക്യാർ കൂത്തും എല്ലാം നടക്കുന്ന, പിന്നെ നങ്ക്യാർ കൂത്തും എല്ലാം നടക്കുന്ന സ്ഥലങ്ങളെ അറിയപ്പെടുന്ന പേരാണ് കൂത്തമ്പലം. അവിടെ വിളക്ക് കത്തിച്ച് വെച്ചാൽ അത് നിഴലുണ്ടാവില്ലായിരുന്നു. അത്രത്തോളം വൈദഗ്ധ്യത്തോടെയാണ് അദ്ദേഹം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അത് പിന്നീട് അഗ്നിക്കരയായി പിന്നീടത് പുനർനിർമ്മിക്കാനുണ്ടായത്. ഈ ക്ഷേത്രത്തിൽ ശിവനും പാർവതിയും അർദ്ധനാരീശ്വര സങ്കല്പം. അപ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ശിവനും പാർവതിയുമുള്ള ക്ഷേത്രമാണ് നമ്മുടെ ചെങ്ങന്നൂർ ശിവക്ഷേത്രം. പെരുന്തച്ഛൻ നിർമ്മിച്ചിരുന്ന കൂത്തമ്പലം ഈ ക്ഷേത്രത്തിലാണ്. പിന്നെ പാർവതി ദേവിയുടെ തൃപ്പൂത്താറാട്ട്, അതായത് ദേവി രജസ്വലയാവുന്ന ദിവസം 3 ദിവസം ക്ഷേത്രം അടയ്ക്കുകയും, രജസ്വല എന്ന് വെച്ചാൽ അർത്ഥം ഉണ്ടാവുന്ന ദിവസം,
3 ദിവസത്തേക്ക് ക്ഷേത്രം അടയ്ക്കുകയും 4-ാം ദിവസം ആറാട്ടോട് കൂടി ദേവിയെ എഴുന്നള്ളത്തുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് തൃപ്പൂത്ത് ആറാട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചടങ്ങുള്ള ക്ഷേത്രമാണ്. ചില ക്ഷേത്രങ്ങളുണ്ട്, അപ്പോൾ ഓർമ്മിക്കുക, അമിതമായ പ്രാധാന്യമൊന്നുമില്ല. പെരുന്തച്ചൻ നിർമ്മിച്ച കൂത്തമ്പലം, പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ക്ഷേത്രം. പിന്നെ പാർവതിയും ശിവനുമുള്ള അർദ്ധനാരീശ്വര സങ്കല്പം, ദേവിയുടെ തൃപ്പൂത്താറാട്ട്. മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. കേരളത്തിലെ നാഗരാജ ക്ഷേത്രങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, ആദിമൂലം വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം പഠിച്ചു. എന്നിരുന്നാലും ഏറ്റവും പ്രശസ്തവും പ്രസിദ്ധവുമായ നാഗക്ഷേത്രമാണ് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം. കേരളത്തിൻ്റെ ഐതിഹ്യവുമായിട്ട് ഈ നാഗരാജ ക്ഷേത്രത്തിന് അടുത്ത ബന്ധമുണ്ട്. പരശുരാമൻ കേരളത്തെ നിർമ്മിച്ചപ്പോൾ ഇവിടെ ഫുള്ള് നാട് ഫുള്ള്, കേരളം ഫുള്ള് പാമ്പുകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവയ്ക്ക് ഒരു ഫലഭൂഷ്ഠിത ഒരുക്കി ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റിയ ഒരു അവസരം ഒരുക്കാൻ വേണ്ടി നാഗദൈവത്തിൻ്റെ അല്ലെങ്കിൽ നാഗങ്ങളുടെ ദേവതമാരെ എല്ലാം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി, നാഗങ്ങളെല്ലാം പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റുകയും അവിടെ നാഗപ്രദക്ഷിണ നടത്തുകയും ചെയ്തു. അത് ഇവിടെയാണ്, ഈ മണ്ണാറശാലയാണ് എന്നാണ് പറയപ്പെടുന്നത്. കേരള നാഗദൈവങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണിത്. ഒരു സ്ത്രീ പൂജാരിയായ മണ്ണാറശാല അമ്മ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ പൂജാരിയായിട്ടുള്ള ക്ഷേത്രം എന്നാണ് ഇത് ഏറ്റവും പ്രശസ്തം. ഒരു സ്ത്രീ പൂജാരിയായിട്ടുള്ള, അതായത് മണ്ണാറശാല അമ്മ എന്നറിയപ്പെടുന്ന, കാലാകാലങ്ങളിൽ തലമുറ മാറിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ പൂജാരിണി ആയിട്ടുള്ള ക്ഷേത്രമാണിത്. പിന്നെ ശിവ സർപ്പവും മഹാദേവൻ്റെ കണ്ഠാഭരണവുമായ വാസുകിയാണ്. പിന്നെ നാഗമാതാവായ സർപ്പയക്ഷി, നാഗചാമുണ്ഡി. പിന്നെ ക്ഷേത്രത്തിൻ്റെ സമയമുള്ള ഇല്ലത്തിനകത്ത് വർഷത്തിലൊരിക്കൽ മാത്രം പൂജയുള്ള വൈഷ്ണവ സർപ്പമായ അനന്തമുത്തച്ഛൻ എന്നറിയപ്പെടുന്ന അനന്തൻ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ദേവതകൾ. പിന്നെ നിരവധി ഉപദേവതകളുണ്ട്. എന്നിരുന്നാലും വാസുകി, മഹാദേവൻ്റെ സർപ്പമായ വാസുകി, നാഗമാതാവായ സർപ്പയക്ഷി, നാഗചാമുണ്ഡി, പിന്നെ അനന്തൻ, ഇത്രയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദേവതകൾ. പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉരുളി കമഴ്ത്തൽ. സന്താന ലബ്ധിക്ക് വേണ്ടിയാണ് ഇത് നടത്തുന്നത്. സന്താന ലബ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിലെത്തി ആ കമഴ്ത്തിയ ഉരുളി നിവർത്തി വെച്ച് അതിൽ പായസം നിവേദിച്ച് നാഗദൈവങ്ങൾക്ക് നിവേദിക്കണം എന്നാണ് ഇവിടുത്തെ ആചാരം. അപ്പോൾ പിന്നെ ക്ഷേത്രം നിർമ്മിക്കുന്ന ഒരു മഞ്ഞൾ കുഴമ്പ്. നമുക്കറിയാം, നാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് മഞ്ഞൾ. അവരുടെ ഈ നാഗരൂട്ട് സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ് മഞ്ഞൾ. അങ്ങനെയുള്ള മഞ്ഞൾ കുഴമ്പ് രോഗസംഹാരിയാണെന്നാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന, ഈ മണ്ണാറശാല ക്ഷേത്രം നിർമ്മിക്കുന്ന മഞ്ഞൾ കുഴമ്പ് രോഗസംഹാരിയാണ് എന്നുള്ളതാണ് അടുത്ത വിശ്വാസം. പിന്നെ മണ്ണാറശാല ആയില്യം ഏറ്റവും വിശിഷ്ടമാണ്. തുലാം മാസത്തിലെ ആയില്യമാണ് ഇവിടെ വിശേഷം. കാരണം കന്നിമാസത്തിലെ ആയില്യമായിരുന്നു എല്ലാ കാലത്തും, എല്ലാ വർഷങ്ങളിലും, എല്ലായിടങ്ങളിലും കന്നി ആയില്യമാണ് വിശിഷ്ടം. എന്നാൽ തിരുവിതാംകൂർ മഹാരാജാവ് എല്ലാ വർഷവും കന്നി ആയില്യത്തിന് ഇവിടെ എത്താറുണ്ടായിരുന്നു എന്നുള്ളതും ഓർമ്മിക്കണം. എന്നാൽ ഒരു വർഷം അദ്ദേഹം കന്നിയിൽ ആയില്യത്തിന് എത്താൻ കഴിയാതെ തുലാം മാസത്തിൽ ആയില്യത്തിന് എത്തിയത്. അന്ന് മുതൽ തുലാം മാസത്തിലെ ആയില്യം വളരെ വിശിഷ്ടമായി ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും കന്യമാസത്തിലെ ആയില്യം വിശിഷ്ടമാണ്. പിന്നെ കുംഭമാസത്തിലെ ആയില്യം ഞാൻ നേരത്തെ പറഞ്ഞ നിലവറയിൽ അനന്ത ഭഗവാൻ എന്ന മുത്തച്ഛനായ നാഗദൈവത്തിൻ്റെ ജന്മദിനമാണ്. ഇവിടെ എല്ലാം നാഗദൈവമാണ്. നാഗയക്ഷി, നാഗചാമുണ്ഡി, വാസുകി, അനന്ത ഭഗവാൻ, ഇതെല്ലാം നാഗങ്ങളാണ്. പിന്നെ ഇല്ലത്തിൻ്റെ വടക്കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പുലക്കാവുണ്ട്. അവിടെ വാർഷിക വഴിപാടാണ് പുലസർപ്പം പാട്ട്. നമുക്കറിയാം, പുള്ളുവമ്പാട്ട് അറിയാം. ആ പുലസർപ്പം പാട്ട് 100 പാലുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പൂജ. അല്ലെങ്കിൽ നാഗങ്ങളുടെ പ്രധാനപ്പെട്ട ഇഷ്ടവിഭവം തന്നെ 100 പാലുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നിലവറയിലെ അനന്ത ഭഗവാന്റെ വാർഷിക പൂജ ഇവിടെ വളരെ പ്രധാനമാണ്. വർഷത്തിലൊരിക്കൽ മാത്രമേ നിലവറയിൽ 100 പാലും അർപ്പിക്കാറുള്ളൂ. അതായത് ശിവരാത്രിയുടെ അടുത്ത ദിവസം. ശിവരാത്രി ദിവസത്തിൻ്റെ അടുത്ത ദിവസമാണ് ഈ അനന്ത ഭഗവാന്റെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ആ വാർഷിക പൂജ നടത്തുന്നത്. അന്ന് 100 പാലും
ഈ നിലവറ തുറന്ന് അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. പിന്നെ സർപ്പങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജയാണ് സർപ്പപ്പാട്ട്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഓർമ്മിക്കുക, മണ്ണറശാല ആയില്യം വളരെ വിശിഷ്ടമാണ്. കന്നിയിലെ ആയില്യം നാഗരാജാവിൻ്റെ ജന്മദിനമാണ്. പക്ഷേ തുലാം മാസത്തിലാണ് ഇവിടെ പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്നത്. നിലവറയിലെ വാർഷിക പൂജ പ്രധാനമാണ്. സർപ്പങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സർപ്പപ്പാട്ട് ഉണ്ട്. ഉരുളി കമഴ്ത്തലാണ് പ്രധാനപ്പെട്ട വഴിപാട്. മഞ്ഞൾ കുഴമ്പ് വിശിഷ്ടമാണ്, രോഗസംഹാരിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സ്ത്രീ പൂജാരിണിയായിട്ടുള്ള ക്ഷേത്രമാണിത്. മണ്ണറശാല അമ്മ എന്നറിയപ്പെടുന്നത്. ദൈവങ്ങളെല്ലാം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, ആലപ്പുഴ ജില്ല കഴിഞ്ഞ ദിവസവും ഇന്നും കൂടി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് അടുത്ത ദിവസം കയറും. എല്ലാ പേർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമസ്കാരം.